ഫ്രണ്ട്സ്, നമുക്കൊരു സംഭാരം ഉണ്ടാക്കിയാലോ? വേനൽക്കാലം അല്ലേ, അപ്പൊ നമുക്ക് എപ്പോഴും ഷേക്സും ജ്യൂസും ഒക്കെ അല്ലേ നമ്മൾ ഇത്ര ദിവസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നാടൻ രീതിയിൽ സംഭാരം എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കണ്ടേ. ഇടയ്ക്ക് ഒരു ചേഞ്ച് വേണ്ടേ? നമുക്ക് ഷേക്സും ജ്യൂസും മാത്രം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇടയ്ക്കൊരു ചേഞ്ച് ആയിട്ട് വേറെ എന്തെങ്കിലും കൂടിയൊക്കെ നമ്മൾ കുടിക്കണ്ടേ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംഭാരം റെഡിയാക്കുന്നത്. നമ്മൾ അധികം പുളിയുള്ള തൈര് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് സംഭാരത്തിന് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ഇഞ്ചി കൂടുതൽ യൂസ് ചെയ്യുക സംഭാരത്തില്. ഉള്ളിയേക്കാളും കൂടുതലായിട്ട് ഇഞ്ചി യൂസ് ചെയ്യുക. പച്ചമുളകോ കാന്താരിമുളകോ എരിവിന് നമുക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ചിട്ട് പച്ചമുളകോ കാന്താരിമുളകോ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നാരകത്തിന്റെ ഇല കിട്ടുന്ന ആളുകള് നാരകത്തിന്റെ ഇലയും കൂടി ചേർത്തിട്ട് സംഭാരം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. ഒരു 2 നാരകത്തിന്റെ ഇല എടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ട് കീറി സംഭാരത്തിലേക്ക് ഇടുക. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടുതലായിട്ട് ഇടുക. സംഭാരത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ സംഭാരം നമ്മള് ഐസ് ക്യൂബ്സോ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. രാവിലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ചൂട് നന്നായിട്ട് കുറയ്ക്കുന്നതാണല്ലോ. അപ്പോ എല്ലാവരും ഇടയ്ക്ക് സംഭാരമൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസസും സ്മൂത്തിയും എല്ലാം ഇതുപോലെ ഇടയ്ക്ക് ഷേക്സ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സംഭാരം റെഡിയാക്കുന്നതെന്ന് നോക്കാം. സംഭാരം ഉണ്ടാക്കി തുടങ്ങിയാലോ? നമ്മള് പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, ഇഞ്ചി ചതച്ചത്, ഉള്ളി ചതച്ചത്. ഇപ്പൊ ഒരു 5 ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, പീസ് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് ചതച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയും നാരകത്തിന്റെ ഇലയും. നമുക്ക് സംഭാരം എത്ര രീതിയിൽ വേണോ, തിക്കായിട്ട് വേണോ അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം എടുത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉപ്പാണ്. ആദ്യം നമുക്ക് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിലേക്ക് ചേർക്കാം. പച്ചമുളകിനേക്കാളും ഉള്ളിയേക്കാളും കൂടുതലായിട്ട് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർക്കാം. നമ്മൾ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർത്താൽ മതി. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരകത്തിന്റെ ഇല നമുക്ക് കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർക്കാം. നമ്മൾ ചെറുതായിട്ട് മുറിച്ച് ചേർക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാരകത്തിന്റെ ഇലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ സംഭാരത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കൈ കൊണ്ട് തന്നെ മുറിച്ച് ഇങ്ങനെ ചെറിയ പീസായിട്ട് ചേർക്കുന്നത്. കത്തി ഉപയോഗിച്ചിട്ട് മുറിക്കാം നമുക്ക്. ഞാനിപ്പോ ഇതിന്റെ തണ്ടും കൂടി ഇടുകയാണ് കേട്ടോ ഇതിലേക്ക്, ആ നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നല്ല നാരകത്തിന്റെ ഇലയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരകത്തിന്റെ ഇല ചേർത്തിട്ട് നമ്മൾ സംഭാരം ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതും അതുപോലെ ആ നാരകത്തിന്റെ ഇലയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നതും. അപ്പോ നാരകത്തിന്റെ ഇല കിട്ടുകയാണെങ്കിൽ നമ്മൾ നാരകത്തിന്റെ ഇല ചേർത്തിട്ട് തന്നെ സംഭാരം ഉണ്ടാക്കുക. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുകയാണ്. ഇപ്പൊ കുറച്ച് തിക്കാണ് നമ്മുടെ തൈര്. അപ്പൊ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നല്ല ഇഞ്ചിയും നാരകത്തിന്റെ ഇലയും പച്ചമുളകും ഉള്ളിയും എല്ലാം ചേർന്നിട്ട് വരുമ്പോ നമുക്ക് വേനലില് നല്ല ടേസ്റ്റ്. ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് ഇവിടെ, പക്ഷെ നമ്മളിത് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും നാരകത്തിന്റെ ഇലയും കറിവേപ്പിലയും എല്ലാം ചേർത്തിട്ട് തന്നെ സംഭാരം ഉണ്ടാക്കുക. ഞാനിപ്പോ ഇതിലേക്ക് ഒരു 3 ഐസ് ക്യൂബും കൂടി ചേർക്കുകയാണേ. ഐസ് ക്യൂബ് ചേർക്കണമെന്നൊന്നുമില്ല, പക്ഷെ ഐസ് ക്യൂബും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഭാരത്തിന് കുറച്ചും കൂടി ആ ഒരു തണുപ്പും എല്ലാം കൂടി വരുമ്പോ നല്ല നമുക്ക് വെറുതെ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കാം. ഇതിപ്പോ പ്രത്യേകിച്ച് ഇനി ഗ്ലാസ്സിലൊന്നും സെർവ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മളിത് എടുത്ത് വെക്കുക. ഇപ്പൊ ഐസ് ക്യൂബ്സ് ചേർത്തില്ല എന്നുണ്ടെങ്കിലും സംഭാരം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. രാവിലെ തന്നെ സംഭാരം പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാം. എല്ലാവരും രാവിലെ തന്നെ സംഭാരം റെഡിയാക്കി വെക്കുക. നമുക്ക് ഇടയ്ക്ക് വേനലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ എല്ലാവരും സംഭാരം ഉണ്ടാക്കി കഴിക്കുക. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സംഭാരം ഉണ്ടാക്കുന്നത് കാണിച്ചത്. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കില്ലേ ഇതെന്തോ സംഭാരം ഉണ്ടാക്കുന്ന എത്ര വലിയ സംഭവമാണോ എന്ന് വിചാരിക്കാനൊന്നുമില്ല. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അറിയാത്ത ആളുകളും അറിയുന്ന ആളുകളും എല്ലാവരും സംഭാരം ഉണ്ടാക്കി കഴിക്കുക. പിന്നെ അറിയാവുന്ന ആളുകളാണെങ്കിൽ ഇപ്പൊ നമ്മള് ചില സമയത്ത് ഇപ്പൊ സംഭാരം ഉണ്ടാക്കി കഴിക്കുന്ന കാര്യമൊന്നും ഓർക്കാറില്ല. വേനലാണ് ചൂടാണെന്ന് പറയുമെങ്കിലും നമ്മളിത് ഓർക്കണമെന്നില്ല. അപ്പൊ എല്ലാവരും സംഭാരം ഉണ്ടാക്കി കഴിക്കുക. നമുക്ക് അടുത്ത ഡിഷുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.